ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഇസ്മീവിൻഷാനോബിൾ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളിന്ന് ജസ്റ്റ് ഒന്ന് പുറത്തേക്ക് ഇറങ്ങിയതുണ്ട്. അപ്പോഴാണ് സ്വത്തു കടൽ കാണുമെന്ന് പറയുന്നത്. അപ്പോൾ അവൾ കുറച്ച് ദിവസങ്ങളായി ഇങ്ങനെ ബീച്ചിലേക്ക് പോകണം, കടൽ കാണാൻ പോകണം എന്നൊക്കെ പറയാൻ തുടങ്ങിയിട്ട് കുറച്ച് ദിവസങ്ങളായിട്ടോ. അപ്പോൾ നമ്മളിപ്പോൾ പോയിട്ടും കുറച്ചധികം കാലമായിരിക്കുന്നു കേട്ടോ. അങ്ങനെ നമ്മൾ ജസ്റ്റ് ഒന്ന് വെറുതെ പുറത്തേക്ക് വെറുതെ നമ്മൾ ഹോസ്പിറ്റലിലേക്ക് വന്നതായിരുന്നു. അങ്ങനെ നമ്മളിതാ നേരെ ഇനി അവിടുന്ന് ഇതാട്ടോ, നമ്മളിപ്പോൾ സമയം ഒരു 5:30 ആ ഒരു ടൈമൊക്കെ ആയിട്ടുണ്ടാവും. റോട്ടിൽ വലിയ തിരക്കും കാര്യങ്ങളൊന്നും ഇല്ല. അപ്പോൾ ആ സൂര്യൻ ഇതാട്ടോ അവിടെ അഴാൻ തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് വേഗം തന്നെ പോവാം. അപ്പോൾ റോട്ടിൽ തിരക്കും കാര്യങ്ങളൊക്കെ കുറവാണ്. അതില്ലേ ഇവിടെയൊക്കെ വണ്ടികളും കാര്യങ്ങളൊക്കെ ഉണ്ട്, പക്ഷേ എന്നത്തേനെക്കാട്ടി തിരക്കിന്ന് കുറവുണ്ട് കേട്ടോ. അപ്പം നമുക്ക് അവിടെ എത്തിയിട്ട് സ്വത്തിൻ്റെ റിയാക്ഷൻ എന്താണെന്ന് കാണാം. Yesterdays are between us now. ഹായ് ഗായ്സ്, അപ്പോൾ നമ്മളിതാട്ട് ഇവിടെ കോഴിക്കോട് കടപ്പുറത്ത് എത്തിയിട്ടുണ്ട്. അപ്പം നമുക്കിവിടെയൊക്കെ ഒന്ന് ജസ്റ്റ് ഒന്ന് റൗണ്ട് അടിച്ചിട്ട് കുറച്ച് നേരം കളിക്കാം കേട്ടോ. എന്തൊരു ഭംഗിയെ കാണാൻ, നിങ്ങളൊന്ന് നോക്കിയേ ഗായ്സ്. അപ്പോൾ എന്തൊരു രസമാണ് ഈ ഒരു സൂര്യൻ ഇങ്ങനെ അസ്തമിക്കാനായിട്ട് നിൽക്കുകയാണ് കേട്ടോ. അപ്പോൾ ഈ ഒരു കാഴ്ച പറഞ്ഞാൽ നല്ല അടിപൊളിയാണ്. കണ്ടില്ലേ, തിരങ്ങനെ വന്നിട്ട് ഇങ്ങനെ വരുന്ന അടിക്കുന്നു. എന്തൊരു രസം, നമുക്ക് പറഞ്ഞറിയിക്കാൻ കഴിയില്ല. അത്രയും നല്ലൊരു വ്യൂ ആണ് കേട്ടോ ഈ കാണുന്നത്. ഞാൻ ഇങ്ങനെ കണ്ടിട്ടില്ല. എന്തായാലും നമ്മൾ പോകുമ്പോൾ ഒന്നല്ലെങ്കിൽ അസ്തമിച്ചിട്ടുണ്ടാവും ഒരുപാട്, അല്ലെങ്കിൽ നേരത്തെ ആവും കേട്ടോ. അപ്പോൾ ഈ ഒരു ഇങ്ങനെ ഒരു ടൈമിൽ ഞാനിതുവരെ പോയിട്ടില്ല കേട്ടോ ഗൈസ്, സത്യം പറയുകയാണെങ്കിൽ. അപ്പോൾ എന്തായാലും നല്ലൊരു അടിപൊളി വ്യൂ ആയിരുന്നു കേട്ടോ, കാണാനായിട്ട് അടിപൊളിയായിരുന്നു. അപ്പം നമുക്ക് കുറച്ചും കൂടി അങ്ങോട്ട് പോയിട്ട് നോക്കി നോക്കാം കേട്ടോ. അപ്പം നമ്മൾ ആ ഒരു സൈഡിലാണ് കേട്ടോ ഒരുപാട് ആൾക്കാർ മാത്രമല്ല, നമ്മളെ കുട്ടികളിലെ കളിക്കാനുള്ള സംഭവങ്ങളും കാര്യങ്ങളും പിന്നെ ഫുഡ് ഐറ്റംസും ഒക്കെ ആ ഒരു സൈഡിലാണ് കേട്ടോ. അപ്പോൾ നമുക്കിനി അങ്ങോട്ട് പോവാം. അപ്പോൾ കുറച്ച് നേരം നമ്മൾ ഈ ഒരു വ്യൂ നിന്ന് കാണാണ് കേട്ടോ. അപ്പോൾ സ്വത്ത് എന്തായാലും നല്ല അടിപൊളിയായിട്ട് അവൾക്ക് നല്ല ഇഷ്ടമായിരിക്കണം. അവൾ കുറച്ച് നേരമൊക്കെ കളിച്ചു. അങ്ങനെ നമുക്കത് വിട്ടയക്കാൻ പറ്റില്ല. അപ്പോൾ ഞാൻ ഏട്ടനിങ്ങനെ മാറി ഇങ്ങനെ എടുക്കും. അപ്പോൾ വീഡിയോ എടുക്കണം, അങ്ങനെയൊക്കെ ആയിട്ട്. അപ്പോൾ എന്തായാലും നമ്മൾ അടിപൊളി ഒരു വ്യൂ കണ്ടു. ഞാനും സ്വത്തും കൂടിയിട്ട് ജസ്റ്റ് ഒന്ന് കാലൊക്കെ നനച്ചിട്ട് വരാം. അപ്പോൾ അതാട്ടോ അവൾക്ക് ഭയങ്കര ഇഷ്ടമാണ് അങ്ങനെ കളിക്കാനൊക്കെ. നമ്മൾ 3 പേര് മാത്രമേ ഉള്ളൂ കേട്ടോ. ശരിക്കും പോകുമ്പോൾ നമ്മളെല്ലാവരും ഫാമിലിയൊക്കെ ആയിട്ട് പോകണം. അപ്പോഴാണ് നമുക്ക് കടയിൽ കളിക്കാൻ എൻജോയ് ചെയ്യാനൊക്കെ ഒരുപാട് പേരുണ്ടെങ്കിൽ കുറച്ചും കൂടെ ഒരു നല്ലൊരു എന്താ പറയുക എൻജോയ് ചെയ്യാനായിട്ട് പറ്റും. അല്ലെങ്കിൽ കുഴപ്പമൊന്നുമില്ല, കുറച്ചും കൂടി ആൾക്കാരുണ്ടെങ്കിൽ അത് വേറൊരു വൈബാവും. അങ്ങനെ ഞാനും സ്വത്തും കുറച്ചേരൊക്കെ കളിച്ച് അങ്ങനെ അവള് നടക്കുന്നുണ്ടോ. പിന്നെ മണലിലായി കളിയൊക്കെ. അപ്പോൾ അങ്ങനെ ഓരോന്നൊക്കെ പറഞ്ഞിട്ട് നമ്മളിതാ നേരെ അങ്ങോട്ടേക്ക് ഇടാട്ടോ. അപ്പോൾ നമ്മൾ കുറച്ചൊക്കെ ആൾക്കാരുള്ള സ്ഥലത്തേക്ക് എത്തിയിട്ടുണ്ട്. ഇവിടെ കേട്ടോ കുറേ പട്ടൊക്കെ പറക്കുന്നുണ്ട് കേട്ടോ, പറപ്പിക്കുന്നുണ്ട് കുട്ടികളും വലിയ ആൾക്കാരൊക്കെ ആയിട്ട്. കണ്ടോ പഞ്ഞിമിഠായി ഒക്കെ ഉണ്ട്. അപ്പോൾ പഞ്ഞിമിഠായിക്കൊക്കെ ഒരുപാട് വാശി പിടിച്ചു കേട്ടോ, അത് വേണം പറഞ്ഞിട്ട്. പക്ഷേ അത് നമ്മൾ വാങ്ങിച്ചിട്ടില്ല. അങ്ങനെ നമ്മൾ ഇതാട്ടോ അവിടെ ഒരുപാട് ആൾക്കാരുള്ള ഇവിടെ എത്തിയിട്ടുണ്ട്. ഇവിടെ ഒട്ടകവും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. പിന്നെ ഇവിടെ നമ്മൾ ഇരിക്കുകയല്ലോ, ഇവിടെയൊക്കെ ഒരുപാട് ആൾക്കാർ ഇരിക്കുന്നുണ്ട്. പിന്നെ കണ്ടില്ലേ ഈ ഒരു വിൽക്കാൻ വെച്ചിട്ടുള്ള സാധനങ്ങൾ കണ്ടില്ലേ, കുറച്ച് മണലൊക്കെ പൊക്കിയിട്ട് അതിൻ്റെ മേളിലാണ് കേട്ടോ സാധനങ്ങൾ വെച്ചിട്ടുള്ള. എന്താ സംഭവം ചെയ്ത് തിര വന്നിട്ട് ഇങ്ങോട്ട് അടിക്കുകയാണ്. കണ്ടില്ലേ ഇരിക്കണ ഫുള്ള് ആൾക്കാർ അവിടെയൊക്കെ ഫുള്ളായിരുന്നു കേട്ടോ. അവരൊക്കെ നനഞ്ഞു പോയി, കാരണം ഇങ്ങോട്ട് വന്നിട്ട് ഇങ്ങനെ അടിച്ചോണ്ടേ ഇരിക്കുകയായിരുന്നു കേട്ടോ തിര. അപ്പോൾ ഇരിക്കുന്ന ആൾക്കാരൊക്കെ പെട്ടെന്ന് തന്നെ എണീറ്റു. പിന്നെ അങ്ങനെ തന്നെ ആയിരുന്നു കേട്ടോ. പിന്നീട് തിര ഇങ്ങനെ അടിച്ചടിച്ച് നമ്മൾ അടുത്തേക്കേ വന്നുകൊണ്ടിരിക്കുകയായിരുന്നു. അങ്ങനെ ഇതാണ് ഞാൻ പറഞ്ഞ ഒട്ടകം കേട്ടോ. അപ്പോൾ അതിന് മുകളിൽ ഇരുന്നിട്ട് ഇങ്ങനെ പോകും. അപ്പോൾ സ്വത്തുവിന് പേടിയായി കാരണം പിന്നെ നമ്മളത് ട്രൈ ചെയ്തില്ല കേട്ടോ. അങ്ങനെ നമ്മൾ നേരെ ഐസ്ക്രീം വാങ്ങാൻ പോയി. അപ്പോൾ സ്വത്തുവിന് ഐസ്ക്രീം കട കണ്ടപ്പോൾ പിന്നെ അവൾക്ക് അതന്നെ മതി പറഞ്ഞു. അങ്ങനെ നമ്മൾ സ്ട്രോബെറിയുടെ ഒരു ഐസ്ക്രീം വാങ്ങിട്ടോ. പിന്നെ ഞാൻ കല്ലുമ്മക്കായ ഉണ്ടല്ലോ അതാണ് കേട്ടോ വാങ്ങിയത്. അതിങ്ങനെ കഴിച്ചിട്ടില്ല, പണ്ടെങ്ങാനാട്ടോ കഴിച്ചതാണ് കേട്ടോ. അപ്പോൾ കുട്ടൂന് സ്ട്രോബെറി ഐസ്ക്രീമും അതുപോലെ തന്നെ ഞാനൊരു കല്ലുമ്മക്കായ എങ്ങനെയുണ്ട് നോക്കാൻ വേണ്ടിയിട്ട് ജസ്റ്റ് ഒന്ന് വാങ്ങിച്ചു നോക്കാം. സംഭവം എന്തായാലും നല്ല അടിപൊളിയായിരുന്നു. പിന്നെ അവിടെ ഉപ്പിലിട്ടതും അങ്ങനെ ഒരുപാട് സംഭവങ്ങൾ കിട്ടും. അപ്പോൾ ഫസ്റ്റ് ഞാൻ ട്രൈ ചെയ്തത് കല്ലുമ്മക്കായ ഉണ്ട്. അപ്പോൾ ഏട്ടൻ ഉപ്പിലിട്ടത് വേണം പറഞ്ഞിട്ട് കേട്ടോ. ഏട്ടൻ
അത് വാങ്ങിക്കാനായിട്ട് പോയിട്ടുണ്ട്. അപ്പോൾ ഞാനും സ്വത്തും കൂടി ഇട്ടത് അവിടെ ഐസ്ക്രീമും ഇതൊക്കെ കഴിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ എന്തായാലും കടലിൽ നമ്മൾ വന്ന പോലെ ഇപ്പോൾ ഇതാ മഴക്കാറൊക്കെ ചെറിയൊരു മഴയും കാര്യങ്ങളൊക്കെ കാറൊക്കെ ഉണ്ട്. പക്ഷേ വലിയ നമ്മൾ വന്ന എന്തായാലും അടിപൊളിയായി, കാരണം മഴയില്ല. മഴക്കാറുണ്ടെങ്കിൽ തന്നെ മഴയൊന്നും പെയ്തില്ല, ഇടിയും കാര്യങ്ങളൊന്നും ഇല്ല കേട്ടോ. പിന്നെ ഇതാ നമ്മൾ എന്താ പറയുക, കാടമുട്ട മേടിച്ചു കേട്ടോ. കാടമുട്ട മസാലയൊക്കെ ഇട്ടിട്ടുള്ളത് കുഴപ്പമില്ലായിരുന്നു കേട്ടോ, നല്ല ടേസ്റ്റ് ഉണ്ട്, കഴിക്കാമെന്ന് മാത്രം കുഴപ്പമില്ലായിരുന്നു. അങ്ങനെ ഇതാ നമ്മളെല്ലാവരും കൂടിയിട്ട് ഇതാ കാടമുട്ടൊക്കെ ഇന്ന് കഴിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ അത് അവിടെ പട്ടൊക്കെ പറത്തിയിട്ട് ഒരു പട്ടം മുകളിലേക്ക് പോയിട്ടോ, അപ്പോൾ അത് നോക്കുകയാണ് കേട്ടോ ചെയ്യണത്. അപ്പോൾ എന്തായാലും ഒരു ബിൽഡിങ്ങിൻ്റെ മുകളിലേക്ക് പോയി, പക്ഷെ ഒരു നൂല് കയ്യിൽ തന്നെ ഉണ്ടായിരുന്നു കേട്ടോ, അവർക്കത് തിരിച്ച് കിട്ടി. അങ്ങനെ നേരെ കേട്ടോ അങ്ങനെ ഇരുട്ടിക്കൊണ്ട് ഇരിക്കുകയാണ്. അപ്പോൾ നമ്മൾ ഇവിടെ ഇങ്ങനെ ഇരുന്ന് കുറച്ച് നേരം ചായയും അതുപോലെ തന്നെ ഈ ഒരു കാടമുട്ടയൊക്കെ കഴിച്ചിട്ട് ഇരിക്കുകയാണ് കേട്ടോ. അപ്പോൾ ചായയും കല്ലുമ്മക്കായും അടിപൊളിയായിരുന്നു കേട്ടോ. എനിക്ക് കല്ലുമ്മക്കായ ഭയങ്കര ഇഷ്ടമായി, കാരണം ഞാൻ കുറേ മുന്നേ വാങ്ങിച്ചിട്ടുള്ളത്. അപ്പോൾ ഞാൻ ഒരെണ്ണം കൂടി വാങ്ങിട്ടോ, കല്ലുമ്മക്കായ പൊരിച്ചത് അങ്ങനെ ഇട്ട് പൊരിക്കുകയാണ്. പിന്നെ അതിൻ്റെ തന്നെ മസാല ഇട്ട് പൊരിക്കണതും ഉണ്ട് കേട്ടോ, അത് ഞാൻ വാങ്ങിയില്ല, അതെനിക്ക് ഒരു സുഖം തോന്നിയില്ല. അപ്പോൾ ഈ ഒരു സംഭവം നന്നായി തോന്നി കേട്ടോ, ഇഷ്ടമായി. അങ്ങനെ നമ്മൾ അതൊക്കെ വാങ്ങിച്ച് കഴിച്ച് ഇനി നമ്മൾ പോവാനായിട്ട് ഇറങ്ങുകയാണ് കേട്ടോ. അപ്പോൾ പോകാനായിട്ട് ഇറങ്ങാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവിടെ കുട്ടികൾക്ക് കളിക്കാനുള്ള കുറച്ച് സംഭവം കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അങ്ങോട്ട് പോവാണ്. അപ്പോൾ സ്വത്തു വാശി പിടിച്ച് കരയുകയാണ് കേട്ടോ ഗൈസ്. അങ്ങനെ നമ്മൾ ഓരോന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ അവിടെ അതുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങോട്ട് പോവാണ് കേട്ടോ. ഇവിടെ ഒരുപാട് കാര്യങ്ങളുണ്ട് കേട്ടോ, അതായത് ഡ്രോയിങ്സ്, അങ്ങനെ ഒരുപാട് കുട്ടികളായിട്ടൊക്കെ വന്നിട്ടുണ്ടെങ്കിൽ നന്നായി എൻജോയ് ചെയ്യാൻ പറ്റും. ഒരുപാട് ആൾക്കാരും ഉണ്ട് കേട്ടോ. അതിൻ്റെ ഇടയിൽ നമ്മൾ ഒരു റൈഡിനകത്ത് കയറിയിട്ടുണ്ടായിരുന്നു, ഇതിൽ കയറിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ കുട്ടികളൊക്കെ ആയിട്ട് വരുന്നവർ ശ്രദ്ധിക്കുക, കാരണം ഇതിനകത്തുനിന്ന് ഒരാൾ ഒരു ഫാമിലി കുട്ടീനെ ഇതിലാക്കിയിട്ട് അവർ കടൽ കാണാൻ പോയി തോന്നിയിട്ടുണ്ട്. അപ്പോൾ ആ കുട്ടി ഇതൊന്ന് ഇറങ്ങി വന്നിട്ട് പിന്നെ അതിൻ്റെ ഉമ്മാനെ തിരഞ്ഞു നോക്കുകയാണ്, പക്ഷേ അവിടെ എവിടെയും കാണാനില്ല. അപ്പോൾ കുട്ടി എന്നിട്ട് കുറേ നേരം അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നടന്നു പോയിട്ടോ. അപ്പോൾ നമ്മൾ വേഗം കണ്ടിട്ട് വേഗം ആ കുട്ടീനെ വിളിച്ചിട്ട് ഇവിടെ ഇതിൻ്റെ ആൾക്കാരുടെ അടുത്ത് തന്നെ ഏൽപ്പിച്ചു. എന്നിട്ട് കുറേ നേരം കഴിഞ്ഞിട്ടാണ് കേട്ടോ അവർ രക്ഷിതാക്കൾ വന്നത്. അപ്പോൾ കുട്ടികളൊക്കെ ആയിട്ട് വരുമ്പോൾ ശ്രദ്ധിക്കുക, കാരണം അത്രയും തിരക്കാണ്, പിന്നെ ബീച്ചൊക്കെയാണ്. അപ്പോൾ എന്തായാലും ശ്രദ്ധിക്കുക. അങ്ങനെ സ്വത്ത് എന്തായാലും അവൾ നല്ല ഹാപ്പിയാണ്. അവൾ കേട്ടോ ഈ ഒരു ഇതിൽ കയറിയിട്ട് കുറേ നേരം ഒരു 10-15 മിനിറ്റ് നേരം നമ്മളിതിൽ കളിച്ചു കേട്ടോ. പിന്നെ അത് കഴിഞ്ഞിട്ട് അവിടെ ട്രെയിനും കാര്യങ്ങളൊക്കെ ഉണ്ട്, അപ്പോൾ അതിലൊന്നും കയറിയിട്ടില്ല. നമ്മൾ ഈ ഒരു ഒറ്റ ഇതിൽ തന്നെ കേട്ടോ കയറിയിട്ടുള്ളൂ. അപ്പോൾ തന്നെ സമയം കുറച്ച് ഒരുപാടായിട്ടോ. അങ്ങനെ ഈ ഒരു ട്രെയിൻ ഇതൊക്കെ നമ്മൾ നോക്കി നിന്നിട്ട് അവൾക്ക് ഇതിൽ കയറണം എന്നൊക്കെ ഉണ്ടായിരുന്നു, പിന്നെ വേണ്ടെന്ന് പറഞ്ഞിട്ട് അങ്ങനെ നമ്മൾ നടന്ന് പോവാണ് കേട്ടോ. അങ്ങനെ പോയിക്കൊണ്ടിരിക്കുമ്പോഴാണ് നമ്മളിവിടെ പാനിപ്പൂരി കണ്ടത്. അപ്പോൾ നമ്മളിത് ആദ്യം നോക്കി, പക്ഷേ കണ്ടിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. പിന്നെ ഇവിടേക്ക് വന്നപ്പോഴാണ്, കുറച്ചുകൂടി ഫ്രണ്ടിലോട്ട് വന്നപ്പോഴാണ് കണ്ടത് കേട്ടോ. അപ്പോൾ എന്തായാലും നമ്മൾ പാനിപ്പൂരി എന്തായാലും നമ്മൾ വിടില്ല, കാരണം അത്രയും ഫേവറേറ്റ് ആയ സംഭവമാണ് കേട്ടോ. അപ്പോൾ എന്തായാലും നമ്മൾ അതൊന്ന് ട്രൈ ആക്കിട്ടോ. നല്ല എന്തായാലും കുഴപ്പമില്ല കേട്ടോ, നല്ല അടിപൊളി ടേസ്റ്റ് ആയിരുന്നു. അങ്ങനെ നമ്മൾ പാനിപ്പൂരിയൊക്കെ കഴിച്ച് എല്ലാവരും കഴിച്ചു. സ്വത്തുവിനൊക്കെ പാനിപ്പൂരി പറഞ്ഞാൽ നല്ല ഇഷ്ടമാണ് കേട്ടോ. അപ്പോൾ ഞാൻ വീഡിയോ എടുക്കണ കാരണം ഓരോന്നും പറയാണ് കേട്ടോ ഗൈസ്. അങ്ങനെ നമ്മൾ പാനിപ്പൂരിയൊക്കെ കഴിച്ചു. എന്നിട്ട് നമ്മൾ നേരെ ഇനി പോവാണ് കേട്ടോ, പോകാൻ വേണ്ടിയിട്ട് നടക്കുകയാണ്. അപ്പോൾ ഐസ്ക്രീം കഴിച്ചിട്ടുണ്ടായിരുന്നില്ല, സ്വത്ത് ഐസ്ക്രീം കഴിച്ചിട്ട് ഞങ്ങൾ കഴിച്ചിട്ടുണ്ടായിരുന്നില്ല. അങ്ങനെ നമ്മൾ ഐസ്ക്രീമും കഴിച്ചു കേട്ടോ. അപ്പോൾ ഞാൻ മാംഗോ ആണ് പറഞ്ഞ, ഏട്ടൻ ബട്ടർ സ്കോച്ച്, സ്വത്തുവിന് ചോക്ലേറ്റ് ആണ് കേട്ടോ. അങ്ങനെ നമ്മൾ ഐസ്ക്രീമൊക്കെ കഴിച്ചിട്ട് കേട്ടോ നമ്മൾ നേരെ കുറച്ച് അങ്ങോട്ട് നടക്കാനുണ്ട് കേട്ടോ. അതുകൊണ്ട് നമ്മൾ പിന്നെ ഐസ്ക്രീമൊക്കെ കഴിച്ചിട്ട് ഇങ്ങനെ നടന്നിങ്ങനെ പോകാമെന്ന് വിചാരിച്ചിട്ട് നമ്മൾ ഐസ്ക്രീമൊക്കെ വാങ്ങിച്ചിട്ട് നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോഴും തിര നന്നായിട്ട് തന്നെ ഇവിടെ ഈ അറ്റം വരെ നമ്മൾ മതിൽ കെട്ടിയില്ല, അത് വരെ അടിക്കുന്നുണ്ട് കേട്ടോ ഗായ്സ്. അപ്പം നന്നായി ശ്രദ്ധിക്കുക കേട്ടോ, പോണ ആൾക്കാരൊക്കെ കുട്ടികളൊക്കെ ആയിട്ടുണ്ടെങ്കിൽ നന്നായി ശ്രദ്ധിക്കുക. ഇത്രയും ദൂരത്തേക്ക് തിര വന്ന് അടിക്കുക തന്നെയാണ് കേട്ടോ. അപ്പോൾ എന്തായാലും നമ്മൾ വന്ന ദിവസം വലിയ കുഴപ്പമൊന്നുമില്ല, മഴയും ഇടിയൊന്നുമില്ല. ഇപ്പോൾ ഈയിടെ ആയിട്ടാണെങ്കിലോ മഴയും ഇടിയൊക്കെ തന്നെയാണ് കോഴിക്കോടൊക്കെ. കോഴിക്കോട് മാത്രമല്ല കേട്ടോ, നമ്മളിവിടെയൊക്കെ ഭയങ്കര മഴയും ഇടിയൊക്കെ തന്നെയാണ്. അങ്ങനെ ഇപ്പോഴും തിരക്കും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ നമ്മൾ നേരെ ഇനി വീട്ടിലോട്ട് പോവാണ് കേട്ടോ. അപ്പോൾ അതിന് മുൻപ് നമ്മൾ എന്തെങ്കിലും ഫുഡൊക്കെ കഴിച്ചിട്ട് നമ്മൾ വീട്ടിലേക്ക് പോവുള്ളൂ. അങ്ങനെ നമ്മൾ വണ്ടിയിൽ അവിടെ എത്തി. അപ്പോൾ നമ്മൾ കേട്ടോ വണ്ടിയിൽ കയറിയിട്ട് പോവാണ് ഗൈസ്. അങ്ങനെ നമ്മൾ പോയിക്കൊണ്ട്
പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമ്മളെ വീഡിയോ അത്ര തന്നെ ഉള്ളൂ കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമുണ്ടെങ്കിൽ എന്തായാലും എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യാം. അപ്പോൾ നമുക്ക് എന്തായാലും മറ്റൊരു വീഡിയോ ആയിട്ട് നമുക്ക് പിന്നെ കാണാം. അപ്പോൾ ഓക്കെ, ബൈ ബൈ, ടാറ്റാ.